ഈ സത്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാം. ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകനെ വിഷം കൊടുത്തു കൊല്ലാൻ വോട്ട് ചെയ്തത് ആരായിരുന്നു? അദ്ദേഹം കലാപങ്ങൾ നടത്തിയിട്ടില്ല, ആയുധങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ അതിലും മൂർച്ചയുള്ള ഒരു ആയുധം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. BCE 400 ആണ്ടുകളിൽ ഏതൻസിന്റെ വീഥികളിലൂടെ നടന്ന് അദ്ദേഹം ജനങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു: അറിവില്ലാത്തവരുടെ ഭൂരിപക്ഷം ജനാധിപത്യം നടപ്പാക്കിയാൽ അത് വിജയിക്കുമോ പരാജയപ്പെടുമോ? ദേഷ്യവും ഭയവും തെറ്റിദ്ധാരണയും കൊണ്ടാണോ വോട്ട് ചെയ്യേണ്ടത്, അതോ അറിവും ജ്ഞാനവും ബുദ്ധിയും കൊണ്ടാണോ വോട്ട് ചെയ്യേണ്ടത്? ഈ ചോദ്യങ്ങൾ ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചു. അത് ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അറിവുള്ള ജനങ്ങളെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ജനങ്ങളെ ആരാണോ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്, അവരായിരിക്കും ജനാധിപത്യത്തിൽ വിജയിക്കുക. വികാരം കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, വിവേകം കൊണ്ടല്ല എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഈ വാദങ്ങൾ തീ പോലെ പടർന്നു. ജനങ്ങളിൽ ചിലർ ചിന്തിക്കാൻ തുടങ്ങി. ഇതിൽ ഭയന്ന് ഭരണാധികാരികൾ അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. നിലവിലുള്ള സംവിധാനങ്ങളെയും നിയമങ്ങളെയും ചോദ്യം ചെയ്യുന്നതിലൂടെ അദ്ദേഹം ജനങ്ങളിൽ ഭീതി പരത്തുന്നു എന്നതായിരുന്നു കാരണം പറഞ്ഞിരുന്നത്. 500 പേരുടെ സാധാരണ ജനങ്ങളുടെ ഒരു സഭയിൽ വെച്ച് അദ്ദേഹത്തിന്റെ വധശിക്ഷ വോട്ടിനിട്ടു. അതിൽ ഭൂരിഭാഗം പേരും അദ്ദേഹത്തിന്റെ വധശിക്ഷ ശരിവെച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയായിരുന്നുവെന്ന് കാണിച്ചു തരുന്ന ഉദാഹരണങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ ശരിവെച്ച മരണം കൊണ്ടാണ് അദ്ദേഹം അത് തെളിയിച്ചത്. അദ്ദേഹത്തിന്റെ പേരാണ് സോക്രട്ടീസ്.